ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു അടിപൊളി സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ രണ്ടുപേർ ഒരു പുതിയ വീടെടുത്ത് താമസിക്കാനായി വന്നിരിക്കുകയാണ്. ഈ വീടിന്റെ പഴയ ഓണർ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിയെങ്കിലും ഒരു പഴയ ഫ്രിഡ്ജ് മാത്രം എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് ദാഹിച്ചപ്പോൾ അവർക്ക് ജ്യൂസ് കുടിക്കാനായി ആ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഐസ് എടുക്കുകയാണ്. ആ ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് അവനത് കണ്ടത്. ഇതിലൊരു ചെറിയ ആനയുണ്ടായിരുന്നു. അതും കുറെ വർഷം മുമ്പ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന മാമത്ത് എന്ന് പറയുന്ന ആ ആനയായിരുന്നു. അത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഇനിയും എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവർ ആ ഫ്രിഡ്ജിലുള്ള ഐസ് എല്ലാം ഒന്ന് മാറ്റി നോക്കുകയാണ്. അങ്ങനെ അവർ ഒരു കാര്യം കണ്ടിട്ട് ഞെട്ടിപ്പോവുകയാണ്. നമുക്കൊന്ന് കുറച്ച് പിന്നിലേക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോണി. അധികം കാശൊന്നുമില്ലാത്ത ഒരാളാണ് ജോണി. ഈ ജോണിന് ഒരു വീട് വേണം. പക്ഷെ ഇയാളുടെ കയ്യിൽ അധികം കാശൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് ഒരു പഴയ വീടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ അവരുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരുടെ ആ വീട്ടിലേക്ക് അവർ താമസം മാറുകയാണ്. അങ്ങനെ അവർ അവരുടെ സാധനങ്ങളെല്ലാം അവിടെ ഒതുക്കി വെച്ചു. നമ്മുടെ ജോണിന്റെ ഭാര്യയുടെ പേര് സ്റ്റെല്ല എന്നാണ്. അങ്ങനെ അവർ അവരുടെ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ആ പഴയ ഫ്രിഡ്ജ് കാണുന്നത്. അത് കണ്ടപ്പോൾ സ്റ്റെല്ലക്ക് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ സ്റ്റെല്ല അവനോട് ഈ ഫ്രിഡ്ജ് എടുത്ത് കളഞ്ഞോ എന്ന് പറയുകയാണ്. അപ്പോൾ ജോണി ഈ സ്റ്റെല്ലയോട് പറയുകയാണ്, നീ എന്താണ് ഈ പറയുന്നത്? ഇത്രയും പഴക്കമുള്ള ഈ ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ? ജോണി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റെല്ല എന്നാൽ അത് അവിടെ വെച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ ജോണി ആ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ആ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കുകയാണ്. ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാണെങ്കിൽ അതിൽ ഫുള്ള് ഐസ് നിറഞ്ഞു കിടക്കുകയായിരുന്നു. ആ ഫ്രിഡ്ജ് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവൻ അതിൽ നിന്ന് 2 ഐസും കട്ട പൊട്ടിച്ചെടുക്കുകയാണ്. ആ ഐസ് ആ ജ്യൂസിൽ ഇട്ടിട്ട് അവർ ആ ജ്യൂസ് കുടിക്കാൻ പോകുന്ന സമയത്താണ് ജോണിക്ക് അതിൽ എന്തോ കണ്ടത്. അപ്പോൾ അവൻ അതിൽ നിന്ന് ആ ഐസ് എടുക്കുകയാണ്. അപ്പോഴാണ് അവർ അത് കണ്ടത്. അത് കണ്ടപ്പോൾ അവർ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. അതെ, അതിനുള്ളിൽ ഒരു ചെറിയ ഒരു മാമത്തുണ്ടായിരുന്നു. അതിന്റെ ശരീരത്തിൽ കുറെ രോമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതിന് മേത്ത് അമ്പ് തുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെല്ല അവനോട് പറയുകയാണ്, അത് നിനക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു ലെൻസ് എടുത്തിട്ട് അവർ ശരിക്കും പരിശോധിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് അവർ വ്യക്തമായിട്ട് അത് കണ്ടത്. കണ്ടാൽ ഒറിജിനലെ വെല്ലുന്ന മാമത്തായിരുന്നു അത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇനി എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയിട്ട് സ്റ്റെല്ല ഫ്രിഡ്ജ് തുറന്നു നോക്കുകയാണ്. അങ്ങനെ അവൾ അതിലുള്ള എല്ലാ ഐസും കട്ടയും ഇളക്കി മാറ്റി നോക്കുകയാണ്. എന്നിട്ട് അവൾ എന്തോ ഒരു സംഭവം കണ്ട് ഞെട്ടിയിട്ട് നേരെ ജോണിയെ വിളിച്ച് അത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ലോകം എങ്ങനെയായിരുന്നു ഉണ്ടായത് അതേപോലെ തന്നെയായിരുന്നു ആ ഫ്രിഡ്ജിനുള്ളിൽ അവർക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഭൂമി വളരെ വേഗത്തിലായിരുന്നു എല്ലാതും സംഭവിച്ചിരുന്നത്. മേഘങ്ങളും മനുഷ്യന്മാരും എല്ലാ ചലനങ്ങളും വളരെയധികം വേഗത്തിലായിരുന്നു. അതൊക്കെ കണ്ടിട്ട് സ്റ്റെല്ല അവനോട് നമ്മളിനി ദൈവങ്ങളായോ എന്ന് പറയുകയാണ്. അപ്പോൾ ജോണി അവളോട് പറയുകയാണ്, ഒന്നും ഉണ്ടാണെന്ന് കിടി, വെറുതെ ഓരോ മണ്ടത്തരങ്ങൾ പറയാതെ എന്ന് ജോണി പറയുകയാണ്. അങ്ങനെ അവർക്ക് നേരത്തെ കിട്ടിയ ആ മാമത്തിനെ എടുത്തുകൊണ്ട് ഒരു ചെടിച്ചട്ടിയിൽ കൊണ്ടേ കുഴിച്ചിടുകയാണ്. എന്നിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് ആ ഫ്രിഡ്ജ് തുറന്നു നോക്കുകയാണ്. പിന്നെയും അവരൊരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ഏകദേശം 10-15 മിനിറ്റ് മുമ്പാണ് അവർ ആ ഫ്രിഡ്ജ് അടിച്ച് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭൂമി വളരെയധികം അതും പെട്ടെന്ന് അവിടെ ബിൽഡിങ്ങുകൾ വരികയാണ്, ഫാക്ടറികൾ വരികയാണ്. ആ ഫാക്ടറികളിൽ നിന്ന് കുറെ പുകയും പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ട്. അവർ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂമി നശിക്കുന്നതായിട്ടാണ്. അങ്ങനെ പോയി ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ്. വലിയ ബിൽഡിങ്ങുകളും വലിയ വീടുകളും എല്ലാം കണ്ട് ഇവർ രണ്ടുപേരും അന്തം വിട്ടു നിൽക്കുകയാണ്. അങ്ങനെ വന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം വന്നു തുടങ്ങുകയാണ്. അതും വെറും 1 സെക്കൻഡ് കൊണ്ടൊക്കെയാണ് ബിൽഡിങ്ങുകൾ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈ വലിയ ബിൽഡിങ്ങുകളുടെ മുകളിലൂടെ ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നത്. അത് ശരിക്കും ഫ്ലൈറ്റുകളായിരുന്നു. അങ്ങനെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ കണ്ട് അവർ അന്തം വിട്ട് അത് തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ നഗരത്തിന്റെ നടുവിലേക്ക് ഒരു വലിയ ബോംബ് വന്ന് വീഴുന്നതും ബ്ലാസ്റ്റ് ആവും. ആ ബ്ലാസ്റ്റിൽ ജോണി അപ്പുറത്തേക്ക് തെറിച്ചു പോകുക വരെ ചെയ്തു. അത്രക്കും പവർ ഉണ്ടായിരുന്നു ആ ഒരു ചെറിയ ബോംബിന്. അപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ജോണിയുടെ മുഖം ആകെ ചുവന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് സ്റ്റെല്ല ചിരിക്കുന്നുണ്ടായിരുന്നു. ഇനിയും ആ ഫ്രിഡ്ജിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നോക്കാൻ വേണ്ടി അവർ അത് ചെന്ന് നോക്കുകയാണ്. വരാൻ പോകുന്ന ലോകത്തെ തന്നെയാണ് അവർ ആ ഫ്രിഡ്ജിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഇഷ്യൂ കാരണം ബാക്കി പാർട്ട് 1 പാർട്ട് 2 എന്നാക്കി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 2 നാളെ കാണാം.